ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 1 ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, OS സർവീസസ് ആൻഡ് കെർണൽ ആർക്കിടെക്ചർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ സിസ്റ്റവും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കുറെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസർ ഇന്റർഫേസ്, പ്രോഗ്രാം എക്സിക്യൂഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എൻവയോൺമെന്റ് ഒരുക്കി തരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സർവീസ്. ഇനി അതിനൊരു ഗവൺമെന്റ് ആയിട്ട് സങ്കല്പിക്കുക. ഗവൺമെന്റ് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അവിടെ സിറ്റിസൺസിന് എഫിഷ്യന്റ്ലി വർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു പ്രോഗ്രാം റൺ ചെയ്യാനുള്ള എല്ലാ എൻവയോൺമെന്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റം റെഡിയാക്കി കൊടുക്കും. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഇന്റർഫേസ് ഉണ്ട്. പിന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഒരു പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് അതിനെ റൺ ചെയ്യിക്കുന്നതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനകത്ത് ഡിസ്കുകളെ മാനേജ് ചെയ്യണം, പ്രിന്റേഴ്സ്, സ്ക്രീൻസ്, ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന പ്രോസസ് കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ, നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, സെർച്ച് ചെയ്യണം, ഇതെല്ലാം ഫയൽ സിസ്റ്റം മാനിപ്പുലേഷനിൽ വരും. ഇനി കമ്മ്യൂണിക്കേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ പ്രോസസ്സസ്. രണ്ട് പ്രോസസ്സുകൾ നമ്മൾ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് വഴി രണ്ട് സിസ്റ്റത്തിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓൾസോ എറർ ഡിറ്റക്ഷൻ, ഹാൻഡ്ലിംഗ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ്. നമ്മൾ ചെയ്യുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഒരു ഇറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇററിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഇവനിപ്പോ നമ്മളൊരു പ്രോഗ്രാമിനകത്ത് ഒരു ഇറർ ഉണ്ട്, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ട് കറക്ഷന് വേണ്ടി നമുക്ക് തിരിച്ചയക്കും, അല്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ലിനക്സ് വേഴ്സസ് ക്ലാസിക് യൂണിക് കെർണൽസ്. ഫസ്റ്റ്, എന്താണ് മോണോലിത്തിക് ഡിസൈൻ? ഒരു കെർണൽ സ്പേസിനകത്ത് ഹോൾ ഓസ് റൺ ചെയ്യുന്നതിനാണ് മോണോലിത്തിക് ഡിസൈൻ എന്ന് നമ്മൾ പറയുന്നത്. ലിനക്സും യൂണിക്സും രണ്ടും മോണോലിത്തിക് ഡിസൈൻസ് ആണ്. പക്ഷെ അതിനകത്ത് ലിനക്സിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രൈവർ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ അൺലോഡ് ചെയ്യണം. ഇത് രണ്ടും റീബൂട്ടിംഗ് വേണ്ടാതെ നമുക്ക് ലിനക്സ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ യുണിക്സിൽ അത് അങ്ങനെ പോസിബിൾ ആയിരിക്കില്ല. ഇനി പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഷെഡ്യൂളർ ഒരു പ്രോസസ്സിനെ ഇന്ററപ്റ്റ് ചെയ്തു, അതിന് കെർണൽ സ്പേസിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ പോലും ഒരു ഷെഡ്യൂളിന് ഒരു ഇന്ററപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഇന്ററപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഫുള്ളി പ്രിയംപ്റ്റീവ് കെർണൽ. The scheduler can interrupt a process even if it's executing a system call in kernel space. അതേസമയം അങ്ങനെ നമുക്ക് ഒരു ഇന്ററപ്റ്റ് വഴി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനാണ് നമ്മൾ നോൺ പ്രിയംപ്റ്റീവ് എന്ന് പറയുന്നത്. ഫുള്ളി പ്രിയംപ്റ്റീവ് കെർണലിന് എക്സാമ്പിൾ ആണ് ലിനക്സ് സിസ്റ്റം, നോൺ പ്രിയംപ്റ്റബിൾ എക്സാമ്പിൾ ആണ് യുണിക്സ് സിസ്റ്റം. ഇനി ത്രെഡിംഗ്. Linux treats threads and processes almost identically, whereas classic Unix often had very distinct mechanisms for each. ഈ 3 പോയിന്റ് ആണ് ലിനക്സ് വേഴ്സസ് ക്ലാസിക് യൂണിക് കെർണലിലെ മെയിൻ ആയിട്ടുള്ള 3 പോയിന്റ്സ്. ഇതിന് കുറെ പോയിന്റ്സ് ഉണ്ട്, ഇപ്പൊ ജസ്റ്റ് 3 പോയിന്റ്സ് പറയുന്നു. എന്താണ് പ്രോസസ്, കോൺസെപ്റ്റ് ആൻഡ് മാനേജ്മെന്റ്? ഒരു പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിൾ എഴുതുക. പ്രോസസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ആണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇതിനൊരു 5 സ്റ്റേറ്റ് മോഡൽസ് ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽസ് ആണ്. ഫസ്റ്റ് വൺ, ന്യൂ. ഒരു പ്രോസസ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി റണ്ണിങ്, ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റണ്ണിങ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഒരു ഇവന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കംപ്ലീഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും ആവാം, ഒരു ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇനി റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രൊസസ്സറിലേക്ക് ഈ പ്രോസസ്സിനെ അസൈൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് റെഡി സ്റ്റേറ്റ്. ഈ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ ഫിനിഷ് ആകുമ്പോഴത്തേക്കും എന്താവും, പ്രോസസ് ടെർമിനേറ്റഡ് ആവും. ഇതാണ് 5 സ്റ്റേറ്റ് മോഡൽസ്: ന്യൂ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി ആൻഡ് ടെർമിനേറ്റഡ്. ഈ പ്രോസസ് APIs ഉണ്ട്, ഫോർക്ക് ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, വെയിറ്റ്. ഫോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർക്ക് പ്രോസസ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, പേരന്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു ബ്രാൻഡ് ന്യൂ ചൈൽഡ് പ്രോസസ് ഉണ്ടാക്കും. പിന്നെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് നടക്കുന്ന പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്ത് ഒരു ന്യൂ പ്രോഗ്രാം കൊണ്ടുവരും. ഒരു പുതിയ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുകയല്ല,
just changes what the current one is doing. റീപ്ലേസ് ചെയ്യുക, അതാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത്. ഇനി വെയിറ്റ്, ഒരു പ്രോസസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പേരന്റ് പ്രോസസ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു, ബട്ട് ചൈൽഡ് പ്രോസസ് സ്റ്റിൽ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ ചൈൽഡ് പ്രോസസ്സും കൂടെ ഫിനിഷ് ആവുന്നത് വരെ ദ ഹോൾ പ്രോഗ്രാം വിൽ വെയിറ്റ്. എന്തിനു വേണ്ടിയിട്ട്? സോംബി പ്രോസസ്സിനെ തടയാൻ വേണ്ടിയിട്ട്. ഇനി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ആൻഡ് മോഡ്സ്. യൂസറിനും കേർണലിനും ഒരു മോഡ് ഉണ്ട്. അതായത് ഒരു മോഡ് ബിറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഈ മോഡ് തിരിച്ചറിയുന്നത്. യൂസർ മോഡ് ആണെന്നുണ്ടെങ്കിൽ ഓൺ എന്നുള്ള ഇൻപുട്ട് ആയിരിക്കും അവിടെ ചെല്ലുന്നത്. അതെന്ത് ചെയ്യും? ഹാർഡ്വെയറിലെ ആക്സസിനെ റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ യൂസറിന് ഡയറക്റ്റ് ഹാർഡ്വെയറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി കേർണൽ മോഡ് അഥവാ സീറോ എന്നായിരിക്കും അവിടെ ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ? ഫുൾ ഹാർഡ്വെയർ ആക്സസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്? നമുക്ക് മൾട്ടി ടാസ്കിങ് പോസിബിൾ ആക്കി തരുന്ന സംഭവമാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതായത് OS പ്രോസസ് എയുടെ സ്റ്റേറ്റ് സേവ് ചെയ്യുന്നു, എന്നിട്ട് പ്രോസസ് ബിയുടെ സേവ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ രണ്ട് പ്രോസസ്സുകളെ മാറ്റി മാറ്റി കൊണ്ടുവരുന്ന ആ സ്റ്റേറ്റ്, അതായത് മൾട്ടി ടാസ്കിങ് പോസിബിൾ ആക്കുന്നതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ത്രെഡ്സ് ആൻഡ് കൺകറൻസി. കൺകറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൺകറൻസി. എന്തുകൊണ്ട് ത്രെഡ്സ്? ത്രെഡ്സ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ്. They share the same address space but have their own stack and program counter. രണ്ടിനും സെയിം അഡ്രസ് സ്പേസ് ആണുള്ളത്, ബട്ട് സ്റ്റിൽ അവർക്ക് അവരുടേതായ സ്റ്റാക്കും പ്രോഗ്രാം കൗണ്ടേഴ്സും ഉണ്ടാവും. ഇനി എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസോഴ്സസിനെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ചീപ്പർ ആയിരിക്കും. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ത്രെഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ സ്കെയിലബിലിറ്റിയും കൂടുതലാണ്. മൾട്ടി ത്രെഡിംഗ് മോഡൽസ്. മൾട്ടി ത്രെഡിങ്ങിലെ 3 മോഡൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മെനി ടു വൺ, വൺ ടു വൺ ആൻഡ് മെനി ടു മെനി. മെനി ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി യൂസർ ത്രെഡ്സ് മാപ്സ് ടു വൺ കെർണൽ ത്രെഡ്. അതായത് കുറെ യൂസർ ത്രെഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് യൂസർ ത്രെഡ്സ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ മാപ്പ് ചെയ്ത് ഒരൊറ്റ ത്രെഡിലേക്കാണ് വരുന്നത്. ഇതിനെയാണ് മെനി ടു വൺ എന്ന് പറയുന്നത്. ഇനി വൺ ടു വൺ, ഈച്ച് യൂസർ ത്രെഡ്സ് ഗെറ്റ്സ് എ കെർണൽ ത്രെഡ്. ഇത് ഒരു യൂസർ ത്രെഡ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇതിന്റെ താഴത്ത് ഇത് കെർണലിലെ ത്രെഡ്. ഇത് ഡയറക്ട്ലി ഒരു യൂസർ ത്രെഡ് ഒരു കെർണൽ ത്രെഡിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് വൺ ടു വൺ മൾട്ടി ത്രെഡിങ് മോഡൽ. ഇനി വൺ ടു വണ്ണില് അപ്പോൾ ഹൈ കൺകറൻസി ഉണ്ടായിരിക്കും, പക്ഷെ ക്രിയേറ്റിംഗ് ടു മെനി ക്യാൻ സ്ലോ ദ സിസ്റ്റം. മെനി ടു മെനി മൾട്ടിപ്ലക്സസ് മെനി യൂസർ ത്രെഡ്സ് ടു എ സ്മോളർ ഓർ ഈക്വൽ നമ്പർ ഓഫ് കെർണൽ ത്രെഡ്സ്. ഒരു സ്മോളർ അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് കെർണൽ ത്രെഡിലേക്ക് കുറെ യൂസർ ത്രെഡ്സിനെ മൾട്ടിപ്ലക്സ് ചെയ്യുന്നതാണ് മെനി ടു മെനി മൾട്ടി ത്രെഡിങ് മോഡൽ. ഇനി പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രോസസ് ഷെഡ്യൂളിങ്ങിലെ കുറച്ച് ബേസിക് അൽഗോരിതംസിൽ വരുന്നതാണ് FCFS, SJF ആൻഡ് റൗണ്ട് റോബിൻ. FCFS ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. വരുന്ന അതേ ഓർഡറിലായിരിക്കും ഇതിനെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് സെർവ് ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവോയ് എഫക്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് വലിയ വലിയ ജോബ്സിനിടയിൽ ഷോർട്ട് ജോബ്സ് സ്റ്റക്ക് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതിനേക്കാൾ FCFSനേക്കാളും കുറച്ചും കൂടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് SJF, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അതൊരു മിനിമം ആവറേജ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഫ്യൂച്ചർ ലെങ്ത് ഓഫ് CPU ബെസ്റ്റ് അറിയാൻ വേണ്ടി സാധിക്കില്ല. ഇനി റൗണ്ട് റോബിൻ. റൗണ്ട് റോബിന്റെ പ്രത്യേകത, ഈച്ച് പ്രോസസ് ഗെറ്റ്സ് എ ടൈം ക്വാണ്ടം. ഹോൾ പ്രോസസ്സിൽ ഒരു ടൈം ക്വാണ്ടം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഏത് പ്രോസസ് ആണെങ്കിലും ഫസ്റ്റ് ആ ടൈം ക്വാണ്ടം അനുസരിച്ച് ഷെഡ്യൂൾ നടക്കത്തുള്ളൂ. ഇത് എക്സലന്റ് ഫോർ ഇന്ററാക്ടിവിറ്റി ആണ്. ഇന്ററാക്ടിവിറ്റിക്ക് വളരെ എക്സലന്റ് ആണ് റൗണ്ട് റോബിൻ എന്നുള്ള അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ. മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ ഇസ് ഡിസൈൻ ടു ലേൺ അബൌട്ട് പ്രോസസ്സസ് ആസ് ദേ റൺ. ഒരു പ്രോസസ്സസ് റൺ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ലേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് മൾട്ടി ലെവൽ ഫീഡ്ബാക്ക് ക്യൂ. അതിന് ഒരു 5 റൂൾസ് ഉണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് A ഗ്രേറ്റർ ദാൻ പ്രയോറിറ്റി ഓഫ് B ആണെന്നുണ്ടെങ്കിൽ A ആയിരിക്കും റൺ ചെയ്യുന്നത്. അതായത് ഇതൊരു പ്രോഗ്രാമാണ് A എന്ന് പറയുന്നത്, ഇതൊരു പ്രോഗ്രാമാണ് B എന്ന് പറയുന്നത്. ഈ A എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രയോറിറ്റി ആണ് B യേക്കാൾ കൂടുതലെങ്കിൽ റൺ ചെയ്യുന്നത് A ആയിരിക്കും. ഇനി രണ്ടിന്റെയും പ്രയോറിറ്റി ഈക്വൽ ആണെങ്കിൽ എന്താണ്? റൗണ്ട് റോബിൻ അനുസരിച്ചായിരിക്കും റൺ ചെയ്യുന്നത്. അതായത് ഒരു ടൈം ക്വാണ്ടം അനുസരിച്ചായിരിക്കും റൺ ചെയ്യുന്നത്. ഇതേ ബേസിസിലാണ് റൂൾ 3 പറയുന്നത്, ന്യൂ ജോബ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. പുതിയ ജോബ് ഹയസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്.
Rule number 4. Once a job uses up its time allotted at a given time, its priority is reduced. ഒരു ജോബ് അതിന് അലോട്ട് ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രയോറിറ്റി എന്താവും, റെഡ്യൂസ് ആവും. അപ്പൊ അത് ഇപ്പൊ ടോപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് പതുക്കെ ഡൗണിലേക്ക് പോരും. റൂൾ നമ്പർ 5. ആഫ്റ്റർ സം ടൈം പീരീഡ് യെസ്, ഒരു പ്രത്യേക ടൈം പീരീഡ് യെസ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ജോബിനെയും ടോപ്പ് മോസ്റ്റ് ക്യൂവിലേക്ക് ആക്കും. അതായത് പ്രയോറിറ്റി ബൂസ്റ്റ് ചെയ്യും. ഇത് സ്റ്റാർവേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്. ടു പ്രിവെന്റ് സ്റ്റാർവേഷൻ. ഇൻ ലാസ്റ്റ് വൺ, സിസ്റ്റം ബൂട്ട് സീക്വൻസ്. എന്താണ് സിസ്റ്റം ബൂട്ട് സീക്വൻസ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് സിസ്റ്റം ബൂട്ട് സീക്വൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റത്തിന്റെ പവർ ഓൺ ചെയ്യും. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം നേരെ എങ്ങോട്ട് പോകും, ബയോസ് അല്ലെങ്കിൽ UEFI ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ എന്ത് ചെയ്യും, ഹോസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ റൺ ചെയ്യുന്നത്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് നടത്തി ഫേംവെയറിനെ നമ്മൾ റൺ ചെയ്യും. അവിടെ നിന്ന് നേരെ ബൂട്ട് ഡിവൈസ് ഇത് പോയി സെലക്ട് ചെയ്യും. ബൂട്ട് ഡിവൈസ് എന്ത് ചെയ്യും, ബൂട്ട് ലോഡറിലേക്ക് സെർച്ച് ചെയ്യും. ബൂട്ട് ലോഡറിനെ സെർച്ച് ചെയ്ത് ബയോസ് ഫൈൻസ് ബൂട്ട് സെക്ടർ ആൻഡ് ലോഡ്സ് എ പ്രോഗ്രാം ലൈക്ക് ഗ്രബ്. അത് ഒരു പ്രോഗ്രാമിനെ ലോഡാക്കും. ഈ ലോഡാക്കിയ പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡാക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ കെർണലിനെ ലോഡ് ചെയ്യും. കെർണൽ ഡിവൈസിനെയും ലോഡാക്കും. പിന്നെ അതെന്ത് ചെയ്യും, ഡിവൈസ് ഡ്രൈവേഴ്സ്. ഇത് കെർണൽ ദ ബൂട്ട് ലോഡർ ലോഡ്സ് ദ കെർണൽ ഇമേജ് ടു ദ മെമ്മറി. ബൂട്ട് ലോഡർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യും. അതിനുശേഷം കെർണലിനെ ലോഡ് ചെയ്യും. കെർണലിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം പ്രോസസ് അല്ലെങ്കിൽ യൂസർ സ്പേസ് നമുക്ക് ലോഞ്ച് ആവും. അതിനുശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ലോഗിൻ ഫേസ് സിസ്റ്റത്തിൽ ലോഡ് ആയിട്ട് വരും. The kernel initializes hardware drivers and starts the very first processes, usually init or system ID with PID on. ഇത്രയും ലോഡ് ആക്കിയതിനു ശേഷമാണ് എന്താവുക, കേർണൽ ഇനിഷ്യലൈസസ് ദ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ്. ഹാർഡ്വെയർ ഡ്രൈവേഴ്സിനെ കേർണൽ ഇനിഷ്യലൈസ് ചെയ്യുന്നത് അപ് ടു കേർണൽ ലോഡ് ചെയ്യുക. അതായത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, പിന്നെ ബയോസ് UEFI സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ബൂട്ട് ഡിവൈസസ് സെർച്ച് ചെയ്യുന്നു. പിന്നെ ബൂട്ട് ലോഡറിലേക്ക് എത്തുന്നു. ബൂട്ട് ലോഡർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കെർണലിനെയും ലോഡ് ചെയ്യുന്നു. കെർണലാണ് സിസ്റ്റം പ്രോസസ് ആൻഡ് യൂസർ സ്പേസിന് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ലോഗിൻ ഫേസ് വരുന്നു. ആ സമയത്ത് ഇനിഷ്യലൈസസ് ദ ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ദ വെരി ഫസ്റ്റ് പ്രോസസ്സസ്. ഇത്രയാണ് മൊഡ്യൂൾ 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്.